ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ കർത്താവിന് ആദ്യമേ നന്ദി കരേറ്റാം. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും തകർന്നു പോയെന്ന് കരുതുന്ന ചില മേഖലകളുണ്ടോ? നിങ്ങളുടെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷമോ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്കെല്ലാം അവസാനിച്ചതുപോലെ തോന്നാം. സ്വപ്നങ്ങൾ തകർന്നിരിക്കാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കാം, ബന്ധങ്ങൾ തകരാറിലായിരിക്കാം, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് വളരെ വിഷമമുണ്ടാക്കാം. ചിലപ്പോൾ പുറമെ ജീവിച്ചിരിക്കുന്നത് പോലെ കാണാമെങ്കിലും ഉള്ളിൽ മരവിച്ച അവസ്ഥയായിരിക്കും. സന്തോഷമില്ല, ഉത്സാഹമില്ല, ദിശയില്ല, പ്രതീക്ഷയില്ല, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നമ്മൾക്ക് തോന്നാം. എങ്കിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവനെ അഥവാ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടുവരാൻ പോകുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ 5:25 ഈ വചനം പ്രത്യാശയുടെ വചനമാണ്. വചനം ഇപ്രകാരമാണ്: മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. AD 85-നും 95-നും ഇടയിൽ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ് ഈ സുവിശേഷം. യേശു ക്രിസ്തു തൻ്റെ ദൈവികമായ അധികാരത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ബെത്സൈദ കുളക്കരയിൽ വെച്ച് 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ വെറും ഒരു വാക്കുകൊണ്ട് സൗഖ്യമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ശബ്ദനാളിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ യേശു അവർക്ക് നൽകിയ മറുപടിയാണിത്. യേശു അവരോട് പറയുകയാണ്, ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ? എന്നാൽ ഞാൻ പറയുന്നു, മരിച്ചവർ പോലും എൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയം വരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിൻ്റെ മക്കൾക്ക് ശാരീരിക മരണം സംഭവിച്ചാൽ എന്താണ് അടുത്തത് എന്ന് കർത്താവ് നമ്മെ ഈ വചനം വഴി പഠിപ്പിക്കുകയാണ് ഇവിടെ. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ന്യായവിധിയിലാകാതെ ജീവിതത്തിലേക്ക് കടക്കും, അഥവാ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ മരണത്തെ പേടിക്കുന്നത്? ലോകത്തിൽ വേറെ ആരും ഈ ഒരു ഉറപ്പ് തന്നിട്ടില്ല, ഇനിയോട്ട് തരികയുമില്ല, ആർക്കും അതിന് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ വേറെ ഒരുത്തിൻ്റെ പുറയിലും പോയിട്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മെ ശക്തിപ്പെടുത്തുന്നത്. കേൾക്കുന്നവർ ജീവിക്കും. ദൈവത്തിൻ്റെ ശബ്ദം ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം സംസാരിച്ചു, വെളിച്ചമുണ്ടായി. ലാസറിനോട് യേശു സംസാരിച്ചു, അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. കാറ്റിനോടും കടലിനോടും യേശു സംസാരിച്ചു, അവ ശാന്തമായി. അപ്പോൾ നമ്മുടെ ജീവിതത്തോടും സംസാരിപ്പാൻ യേശുവിന് കഴിയില്ലേ? തീർച്ചയായും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മരിച്ചതുപോലെ നമുക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രതീക്ഷയോ ധൈര്യമോ വിശ്വാസമോ സ്വപ്നങ്ങളോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ഇപ്പോഴും ജീവൻ നൽകുന്നു. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. പരാജയം പറയുന്നത് നിനക്ക് കഴിയില്ല, ഭയം പറയുന്നത് ഇനി പ്രതീക്ഷിക്കേണ്ട, ലോകം പറയുന്നു എല്ലാം അവസാനിച്ചു. പക്ഷേ ദൈവം പറയുന്നത്, ഞാൻ പുതിയൊരു തുടക്കം നൽകാം. ദൈവം അവസാനങ്ങൾ കാണുന്നില്ല, അവൻ പുതിയ തുടക്കങ്ങൾ മാത്രം കാണുന്നു.
മനുഷ്യർ അടച്ച വാതിലുകൾ കാണുമ്പോൾ ദൈവം പുതിയ വാതിലുകൾ തുറക്കുന്നു. മനുഷ്യർ പ്രശ്നങ്ങൾ കാണുമ്പോൾ ദൈവം സാധ്യതകൾ കാണുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കും. അത് എവിടെയാണെങ്കിലും, ഇവിടെയാണെങ്കിലും മരിച്ചതിന് ശേഷമാണെങ്കിലും. അതിനാൽ നിരാശപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം കേൾക്കുക, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. പ്രത്യാശ കൈവിടരുത്. കാരണം നമ്മുടെ മികച്ച ദിവസങ്ങൾ ഇനിയും മുമ്പിലായിരിക്കാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കാരണം ദൈവം മരിച്ച പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്നവനാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പുതിയ ധൈര്യവും പുതിയ പ്രത്യാശയും പുതിയ വിശ്വാസവും ദൈവം തരട്ടെ. നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. യേശു ഇവിടെ പറയുന്നത് കേവലം ശാരീരികമായ ഒരു മരണ അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ജീവനുണ്ടെങ്കിലും ഉള്ളിൽ പൂർണ്ണമായും മരിച്ചുപോയ പ്രത്യാശയില്ലാത്ത മനുഷ്യരെക്കുറിച്ച് കൂടിയാണ് ഇവിടെ പറയുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളും നിരാശകളും കാരണം ഉള്ളിൽ മരിച്ചു ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മളായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ ഒരു വലിയ വാഗ്ദത്തം ശ്രദ്ധിക്കുക. ആ സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ തകർന്ന അവസ്ഥയിലേക്ക് ജീവൻ മടങ്ങി വരാൻ നിങ്ങളെ നാളെ വരെ കാത്തിരിക്കേണ്ടതില്ല. അത് ഇപ്പോഴാണ്. എന്നാൽ അതിനൊരൊറ്റ നിബന്ധനയുള്ളൂ: കേൾക്കുന്നവർ ജീവിക്കും. എന്ത് കേൾക്കുന്നവർ? ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കും. ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ലോകത്തിൻ്റെ നിരാശപ്പെടുത്തുന്ന ശബ്ദങ്ങളെ മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ ജീവനുള്ള വാക്കുകൾക്ക് നമ്മുടെ കാതുകൾ നൽകുക. ആ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴും മരിച്ചുപോയെന്ന് നമ്മൾ കരുതിയ നമ്മുടെ സന്തോഷവും സമാധാനവും വീണ്ടും ജീവൻ വയ്ക്കും. അവൻ വെറുമൊരു വഴി കാണിച്ചു തന്നവനല്ല. യോഹന്നാൻ 14:16 പറയുന്നത് പോലെ അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര ഇരുട്ടിലായിരുന്നാലും, എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലായിരുന്നാലും, എത്ര വേദനയിലായിരുന്നാലും, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായി ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിലൂന്നാതെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. വഴി കാണാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മളെ ജീവനിലേക്ക് നടത്താൻ യേശുവിൻ്റെ ഒരു ശബ്ദത്തിന് സാധിക്കും. അവൻ്റെ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ട് കൈവിടുകയില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സുപ്രഭാതത്തിനായി എന്നോട് സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളെയും നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നിൻ്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ. ഒരു ബുദ്ധിമുട്ടുകളും വരാതെ നിൻ്റെ തൃപ്പാദത്തിൽ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ. കർത്താവ് അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്ലാനുകളും പദ്ധതികളും എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവരെ നിരാശപ്പെടുത്താതെ നിൻ്റെ ജീവനുള്ള വചനത്തിന് കീഴിലായിരിക്കാൻ തക്കവണ്ണം, നിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നിൻ്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. നിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പല മേഖലകളിൽ ഞങ്ങൾ മരിച്ചു കിടക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം മറ്റുപോയിരിക്കുന്നു കർത്താവേ. എങ്കിലും നിൻ്റെ വചനം ഞങ്ങളെ എഴുന്നേൽപ്പിക്കും, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും വേറെ ആരും തരാത്ത ഒരു വാഗ്ദത്തം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകും. ഞങ്ങൾക്കൊരു പുതിയ ജീവനം നൽകും. അത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടാണെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണെങ്കിലും നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റി തരും കർത്താവേ. ഞങ്ങളുടെ ജീവിതം നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ ആലോചന പറഞ്ഞ് വഴി നടത്തണമേ.
കർത്താവെ, കേൾക്കുന്ന എല്ലാവരെയും അവരവരായിരിക്കുന്ന മേഖലകളിൽ നീ അഭിഷേകം ചെയ്യണമേ, നീ നിറയ്ക്കണമേ. എല്ലാ പ്ലാനുകളും പദ്ധതികളും നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നിൻ്റെ ശബ്ദം കേട്ട് നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ കർത്താവെ, നീ പറഞ്ഞു തരുന്ന ആ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അനുസരിപ്പാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവെ, അടിയങ്ങൾ ഏഴുകളും ഭാവികളുമാകുന്നു. ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി കർത്താവെ, നിൻ്റെ പുതിയ ജീവിതത്തിലേക്ക് നീ നൽകുന്ന നിൻ്റെ ശബ്ദം കേട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. എല്ലാ നന്മകൾക്കും നീ ദാനമായ അടിയങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങളൊന്നും നേടിയിട്ടില്ല കർത്താവ്, എങ്കിലും നീ എല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവെ, ഹൃദയ സമാധാനം ഇന്ന് നീ കൊടുക്കണം. പുതിയ ജീവിതം നീ കൊടുക്കണമേ. നിൻ്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ കർത്താവെ, നിൻ്റെ വചനം നിൻ്റെ മക്കൾ ശ്രവിക്കുന്നുവല്ലോ. നീ കർത്താവെ, അവരുടെ ഉള്ളിൽ ഇന്ന് വീണ്ടും പുതിയൊരു ജനനം നീ കൊടുക്കണമേ. പുതിയ ജീവനെ നീ കൊടുക്കണമേ. അഭിഷേകം ചെയ്യണമേ. അവരെല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് അവർക്ക് വിടുതൽ നൽകി സന്തോഷവും സമാധാനവും ഐശ്വര്യവും കർത്താവെ നീ അവർക്ക് ദാനമായി നൽകണമേ. പിശാച് അവരെ തൊടുവാൻ പോലും നീ അനുവദിക്കരുത്. നിൻ്റെ രക്തോൾപ്പിൽ സംരക്ഷിച്ചുകൊള്ളണമേ. ഇത്രത്തോളം വഴി നടത്തി പരിപാലിച്ചതിന്